ഇപ്പോൾ നിലവിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. നിങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിചാരണ ഇവിടെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. അതിലിപ്പോൾ ഹൈക്കോടതി ആ ഹർജി വീണ്ടും തള്ളിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇനി നിങ്ങളുടെ അടുത്ത എല്ലാം നിങ്ങളോട് പറഞ്ഞാൽ അതിനുള്ള തീരുമാനം നിങ്ങൾ എടുക്കുമോ? ഇല്ലല്ലോ, എല്ലാം നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങളെ തീരുമാനങ്ങളൊക്കെ എടുക്കുമോ? ഞങ്ങളല്ല, നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് അത് നിങ്ങൾക്ക് വരാൻ പാടില്ലെന്നുണ്ടോ ഇവിടെ കോടതിയിൽ? അല്ല, നിങ്ങൾക്ക് വരണം, വരുമല്ലോ. കോടതി നമ്മൾ മാറിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ, മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം താങ്കളെ പ്രകോപിപ്പിക്കുന്നു, സംശയങ്ങളോട് ചോദിച്ചല്ലോ. അങ്ങനെ നിങ്ങൾ പ്രകോപിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങളത് കട്ട് ചെയ്തിട്ട് അതിന്റെ 2 പോർഷൻ മാത്രം എടുത്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അതല്ലല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. കുറച്ച് ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മനോരമ എന്താ കഴിഞ്ഞ ആഴ്ച കാണിച്ചത്? കുറച്ച് നേരം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അത് വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്ത് എന്താ ചെയ്തത്? നിങ്ങൾ മാന്യത സ്വല്പം കാണിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ചാനൽ നടത്തുന്ന ഞങ്ങൾ മാന്യതയോടെ കൂടി ചാനൽ നടത്താറ്. ഇങ്ങനെയല്ല, അത് ഫുള്ളായിട്ട് അങ്ങ് ലൈവ് ചെയ്യണം. അതിന് പേരുണ്ടോ? നിങ്ങൾ ലൈവിൽ വാ, ഞാൻ കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക് വരാം. നിങ്ങൾ ലൈവിൽ നിങ്ങളുടെ ആർക്ക് വേണമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന വാദങ്ങൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞതല്ല. നിങ്ങൾ ലൈവ് ചെയ്യാൻ തല്ലിടുണ്ടോ? കോടതി തള്ളി അതിനുള്ള മറുപടി അതിന് വേറെ കോടതി ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാന്നേ. തീരുമാനിച്ചോളാമല്ലോ. അതിപ്പോ ഇപ്പൊ പറയാൻ പറ്റില്ല. ഞാൻ എന്റെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചതിന് ശേഷം അതിന് ബാക്കിയുള്ള നടപടി എന്താ വെച്ചിട്ട് സ്വീകരിക്കും. അതിനെന്താ പ്രശ്നം? നിങ്ങൾ അസസ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങളോട് ഒരു അസസ് ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളോട് എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചോ? ഞാൻ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും മോശം പറഞ്ഞോ? നിങ്ങൾ ഇങ്ങനെ തന്നെ ലൈവ് ചെയ്യണം. എന്തെങ്കിലും മോശം പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. കേസിന്റെ മെറിറ്റ് ഇപ്പൊ ഞാൻ പറയാൻ പറ്റുമോ? എന്നാൽ ഞാൻ ജഡ്ജിനോട് ചോദിച്ചു പറയാം. ഞാൻ കേസിന്റെ മെറിറ്റ് ഞാൻ പറയാം. ആ ജഡ്ജ് ഓർഡർ ഇടുവോ? നിങ്ങൾ ഓർഡർ ഇടുവോ? നിങ്ങളുടെ വിചാരണ വേറെ രീതിയിലാണ്. നിങ്ങൾക്കൊരു താല്പര്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ താല്പര്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു തരാൻ പറ്റുമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന താല്പര്യം നടക്കാൻ പോകുന്നില്ലെന്നേ. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഫോറസ്റ്റ് എന്താ പറയുക? കോടതി എന്താ? കേസ് എന്താ? കോടതി ഞങ്ങളുടെ പേരിലുള്ള കേസ് എന്താ? ഫോറസ്റ്റിൽ കയറി മരം മുറിച്ചു എന്നാണല്ലോ കേസ്. ഹൈക്കോടതി പറഞ്ഞേക്കുന്ന ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ ഫോർട്ടിൻ്റെ നിൽക്കും. അതിന് എനിക്കും ഡൗട്ടൊന്നുമില്ല. ഫോറസ്റ്റിൽ നിന്ന് മുറിച്ച ഫോർട്ടിൻ്റെ നിന്നോട്ടെ. മുറിച്ചിട്ടില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ മന്ത്രി രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കും പറയുന്നുണ്ടല്ലോ ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചിട്ടില്ല എന്ന്. പിന്നെ ഫോർട്ടിൻ്റെ നിൽക്കുമോ? സിമ്പിളി ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ. സുഹൃത്തെ, 5 വർഷം 6 വർഷമായില്ലേ? എന്തുകൊണ്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്നില്ല? അത് ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ ഇവിടെ ഹിയറിംഗ് നടത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നടത്താൻ പറ്റുമോ? ഞാൻ നിഷ്പക്ഷമായിട്ട് നിങ്ങളോട് എനിക്ക് വൈരാഗ്യമോ ദേഷ്യമൊന്നുമില്ല. ഇന്നല്ലേ നാളെ നിങ്ങളെ ഞങ്ങളെടുത്ത് വരുന്നവരാ. അതുകൊണ്ട് നിങ്ങളോട് എന്ത് പേഴ്സണൽ വൈരാഗ്യം ഞങ്ങൾക്ക്? നിങ്ങളെപ്പോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളെടുത്ത് വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം സ്റ്റാഫിനോട് കാണിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഇല്ല. ജെന്യൂവനായിട്ടാണ് പറയണേ. ഫോറസ്റ്റ് കയറി മരം മുറിച്ചു എങ്കിൽ ഫോർട്ടിൻ്റെ നിൽക്കും കേട്ടോ. ഫോർട്ടിൻ്റെ നിൽക്കും. ഫോറസ്റ്റിൽ നിന്ന് മുറിച്ചില്ലെങ്കിലോ? നിൽക്കില്ലല്ലോ. അത്രയുള്ളൂ.